ഒരു കപ്പ് കാപ്പിയിൽ ജീവിതം മാറ്റിമറിക്കുന്ന പലതും സംഭവിക്കാം. ചിലപ്പോൾ ഒരു ജീവൻ വരെ ഇല്ലാതായേക്കാം. തികച്ചും സ്വകാര്യതയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അയാൾ. ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന കൺസ്യൂമർ റീറ്റെയിൽ ബ്രാൻഡായ കഫേ കോഫി ഡേയുടെ സ്ഥാപകൻ. പക്ഷേ 2019 ജൂലൈ 31 പുലർച്ചെ നേത്രാവതി നദിയുടെ തീരത്ത് അദ്ദേഹത്തിന്റെ മൃതദേഹം അടിഞ്ഞപ്പോൾ വ്യവസായ ലോകം ഒന്നടങ്കം ഞെട്ടിത്തെറിച്ചു. എന്തിനാണ് VG സിദ്ധാർത്ഥ ആത്മഹത്യ ചെയ്തത്? 1980കളിൽ ജീവിതത്തെ വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കറിൽ നിന്നും അടുത്ത 2 ദശാബ്ദം കൊണ്ട് അയാൾ വലിയൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തി. ശിവൻ സെക്യൂരിറ്റീസ് എന്ന ട്രേഡിംഗ് ബിസിനസ് ആരംഭിച്ചു. അതിൽ നിന്നുള്ള ലാഭം ഉപയോഗിച്ച് കർണാടകയിൽ ആയിരക്കണക്കിന് ഏക്കർ കോഫി പ്ലാന്റേഷനുകൾ വാങ്ങിക്കൂട്ടി. IT നിക്ഷേപങ്ങളുടെ ലാഭസാധ്യത മനസ്സിലാക്കി കൂടുതൽ നിക്ഷേപങ്ങൾക്ക് മുതിർന്നു. പുതിയ അവസരങ്ങൾ മുന്നിലെത്തിയപ്പോൾ സിദ്ധാർത്ഥ കൂടുതൽ ആവേശഭരിതനായി. SM കൃഷ്ണയുടെ മകൾ മാളവികയെ സിദ്ധാർത്ഥ വിവാഹം കഴിച്ചത് 1990കളിലാണ്. പിന്നീട് നടന്ന ഇൻഫോസിസ് IPO സിദ്ധാർത്ഥയുടെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറുടെ ഉപദേശത്തിൽ ഇൻഫോസിസിന്റെ 60,000 അണ്ടർ സബ്സ്ക്രൈബ്ഡ് ഓഹരികൾ സിദ്ധാർത്ഥ വാങ്ങി. 6 മാസത്തിൽ 6 മടങ്ങ് ലാഭമാണ് അതിലൂടെ അദ്ദേഹം നേടിയത്. ഇതോടെ IT കമ്പനികളിൽ അദ്ദേഹം കൂടുതൽ നിക്ഷേപം നടത്തി, പ്രത്യേകിച്ച് മൈൻഡ് ട്രീയിൽ. സമാന്തരമായി കോഫി ബിസിനസ്സിലും സിദ്ധാർത്ഥ കാര്യമായ നിക്ഷേപങ്ങൾ നടത്തിപ്പോന്നു. ഇന്റർനെറ്റ് സൗജന്യമായ ഒരു കോഫി ഷോപ്പ് എന്ന ആശയം അക്കാലത്ത് ഇന്ത്യയിൽ പുതിയതായിരുന്നു. ബംഗളൂരുവിൽ ആരംഭിച്ച കഫേ കോഫിയുടെ പിന്നീട് ഇന്ത്യയൊട്ടാകെയും വിദേശത്തേക്കും വ്യാപിച്ചു. അതേസമയം തന്നെ IT കമ്പനികളിലും സിദ്ധാർത്ഥ വൻ നിക്ഷേപങ്ങൾ നടത്തി. പക്ഷേ ബിസിനസ് സാമ്രാജ്യം വളർന്നതിനൊപ്പം കടവും പെരുകി. പ്രവർത്തനങ്ങൾക്കും മൂലധന ചിലവിടലിനും ഫണ്ടില്ലാത്ത സ്ഥിതിയായി. 2015 ജൂണിൽ കടബാധ്യത 2700 കോടി രൂപയായി പെരുകി. സിദ്ധാർത്ഥ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. വായ്പ നൽകിയവരിൽ നിന്നും, സ്വകാര്യ ഇക്വിറ്റി കമ്പനികളിൽ നിന്നും, ആദായ നികുതി വകുപ്പിൽ നിന്നും അദ്ദേഹം കടുത്ത സമ്മർദ്ദം നേരിട്ടു. ഒടുവിൽ 2019 ജൂലൈ 29 വൈകുന്നേരം മംഗളൂരുവിലെ നേത്രാവതി പാലത്തിൽ സിദ്ധാർത്ഥ അപ്രത്യക്ഷനായി. 36 മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശരീരം തീരത്തടിഞ്ഞു. കാണാതാകുന്നതിന് 2 ദിവസം മുമ്പ് കമ്പനി ബോർഡ് അംഗങ്ങൾക്കും CCD കുടുംബത്തിനുമായി അദ്ദേഹം കത്തിൽ ഇങ്ങനെ എഴുതി: ആരെയും ചതിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഒരു സംരംഭകൻ എന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ടു. ലാഭകരമായ ഒരു ബിസിനസ് മാതൃക ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം തന്റെ ജീവിതം അവസാനിപ്പിച്ചു.